13 വയസ്സുകാരിയെ അതേ പ്രായമുള്ള സമപ്രായക്കാര് പീഡിപ്പിച്ചതായി കേസ്. തിരുവനന്തപുരം ജില്ലയിൽ നഗരൂർ പോലീസ് അതിർത്തിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ 6 കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കുട്ടിയെ 13 വയസ്സുകാരിയെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെ അതേ പ്രായക്കാരായ 4 പേര് പീഡിപ്പിച്ചു. കൂടാതെ അവിടെ 2 മേജറായ ആൾക്കാരും ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്ത് നഗരൂർ പോലീസ്, 4 മൈനറിനും 2 മേജറിനും കൂടെ ചേർത്ത് മൊത്തം 6 കേസുകൾ, പോക്സോ കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒരാളെ മൊട്ടമല സ്വദേശി സനലിന്, അയാളെ 36 വയസ്സുണ്ട്, അയാളെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അധ്യാപകർ ഈ കുട്ടിയുടെ സ്വഭാവവും ശ്രദ്ധയില്ലായ്മയും അതുപോലെ തന്നെ കുട്ടിയുടെ മാനസികമായ എന്തോ പ്രശ്നം തളർത്തുന്നുണ്ടോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ട് കുട്ടിയെ ശ്രദ്ധിച്ചു അധ്യാപകര്. കുട്ടി നിരന്തരം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഫോൺ അഡിക്റ്റാണ് കുട്ടി. എന്തായാലും മൈനറായ 8ാം ക്ലാസ്സുകാരി 13 വയസ്സുള്ള കുട്ടിയെ കൗൺസിലിന് അധ്യാപകർ വിധേയമാക്കി. നല്ല കാര്യം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. കേരളത്തിലെ ഇതുപോലെയുള്ള സ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് മാനസിക സംഘർഷം ഉണ്ടായി, അവരുടെ നോട്ടത്തിലും നടപ്പിലും വ്യത്യാസം, അവരുടെ സംസാരത്തിൽ വ്യത്യാസം, ശ്രദ്ധയില്ലായ്മ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അധ്യാപകർ ആ കുട്ടിയെ പതുക്കെ അതിനോട് സ്നേഹത്തോടെ അവരെ അടുത്ത് നിർത്തി സംസാരിച്ച് നോക്കും. എന്നിട്ട് കാരണം കണ്ടുപിടിക്കാൻ വരുമ്പോൾ, എന്താണെന്ന് കണ്ടുപിടിക്കാതെ വരുമ്പോൾ കൗൺസിലിംഗ് സാധാരണ വിധേയമാക്കണമെന്നാണ് നിയമം പറയുന്നത്. ഏതായാലും ഈ കുട്ടിയെ കൗൺസിലിംഗ് വിധേയമാക്കി. ആ കൗൺസിലറോട് കുട്ടി തുറന്നു പറഞ്ഞു. കുട്ടി അസ്വസ്ഥമായിരിക്കുന്നത്, നിരന്തരം ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്, ഒരു പ്രശ്നം കുട്ടിക്കുണ്ട് എന്ന് കൗൺസിലേഴ്സിന് മനസ്സിലായി. ഏതായാലും കുട്ടി തുറന്നു പറഞ്ഞു. 13 വയസ്സുള്ള 8ാം ക്ലാസ്സുകാരിയെ അതേ പ്രായത്തിൽ സമപ്രായക്കാരായ 4 കുട്ടികൾ, അവരും മൈനറാണ്, അവരെ പീഡിപ്പിച്ചു. അതുകൂടാതെ സനൽ എന്ന് പറഞ്ഞ ഒരാൾ 36 വയസ്സുള്ള പീഡിപ്പിച്ചിട്ടു. അതേ പ്രായത്തിലുള്ള മറ്റൊരാളും ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ മൈനറായ കുട്ടികൾക്കെതിരെ 4 പേരെ, അവർക്ക് 4 പേർക്ക് ഓരോ കേസും, മേജറായ 2 പേര് കുട്ടിയെ പീഡിപ്പിച്ചത് അത് 2 കേസും എടുത്തിട്ടുണ്ട്. വിവിധ കാലയളവിലാണ് കുട്ടിയെ ഇവരെല്ലാവരും പീഡിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കേസ് നിലനിൽക്കില്ല. ആ ഡേറ്റും ടൈമും വ്യത്യാസമായതുകൊണ്ട്, പ്ലേസ് ഓഫ് ഒക്കറൻസും വ്യത്യാസമായതുകൊണ്ട് പോലീസ് 6 കേസ് എടുക്കാൻ നഗരൂർ പോലീസ് നിർബന്ധിതരായി. ഏതായാലും കഴിഞ്ഞ 3 വർഷത്തിനാണ്, എന്ന് പറഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞപ്പം വലിയ കുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങുന്നു എന്നാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ കുട്ടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കുട്ടിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഇപ്പം 13 വയസ്സുണ്ട്, അപ്പോൾ ഏകദേശം 10 വയസ്സ്. ആ കുട്ടി 8ലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ അതിനെ പീഡിപ്പിക്കുന്നു എന്ന് കണക്കാക്കേണ്ടി വരും. ഏതായാലും നഗരൂർ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈനറായ കുട്ടികളെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അവരെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. കാരണം റേപ്പാണെങ്കിലും ശരി, അവർ മൈനറാണ്. മൈനറായ കുട്ടി 12 വയസ്സിന് മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ നടപടികളെടുക്കും. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് ആ കുട്ടികളെ പീഡിപ്പിച്ചതെന്ന് അറിയില്ല. എന്നാലും 13-14 വയസ്സിൽ കൂടുതൽ കുട്ടികൾക്ക്, പീഡിപ്പിച്ച കുട്ടികൾക്ക് പ്രായം കൂടുതൽ വരാൻ സാധ്യത കുറവാണ്. എന്നാലും 12 വയസ്സിന് മുകളിലായതുകൊണ്ട് അവരെ ട്രയൽ ഫേസ് ചെയ്യണം. അത് ജുവനൈൽ കോടതിയിൽ ഫേസ് ചെയ്യേണ്ടി വരും. മേജറായ 2 പേർക്കെതിരായിട്ട് പോലീസ് സെപ്പറേറ്റ് കേസ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരും പോക്സോ കേസിനകത്ത് തീർച്ചയായിട്ടും പ്രതിയാണ്. ആ പോക്സോ കേസ് കുട്ടിയുടെ മൊഴി മതി ശിക്ഷിക്കാനായിട്ട്. അത് എത്രയും പെട്ടെന്ന് 1.5 വർഷത്തിനകം ഈ ശിക്ഷാവിധി വരും എന്നാണ് ഞാൻ കരുതുന്നത്.